Dear students, welcome to the class of heat and mass transfer. In this class, we will discuss the topics heat transfer from finned surfaces, types of fins, analysis of fin, then heat dissipation from an infinitely long fin. First one, heat transfer from finned surfaces. ഇവിടെ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഫിൻ, അതിൻ്റെ യൂസ് എന്തിനാണ് ഫിൻസ് യൂസ് ചെയ്യുന്നതെന്ന് ആദ്യം ഡിസ്കസ് ചെയ്യും. അതിനുശേഷം അതിൻ്റെ കറസ്പോണ്ടിങ് ഗവേണിംഗ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യും. പിന്നെ ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിന്നിൻ്റെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ, അതേപോലെ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം എന്താണ് ഫിൻ എന്ന് നോക്കാം. The rate of heat transfer from a surface at a temperature Ts to the surrounding medium at temperature T infinity is given by Newton's law of cooling as Q is equal to H into A into Ts minus T infinity. അതായത് ഒരു സോളിഡ് സർഫസ്, അതിൻ്റെ ടെമ്പറേച്ചർ Ts ആണ്, സറൗണ്ടിങ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ T ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് ബിറ്റ്വീൻ എ സോളിഡ് ആൻഡ് ഫ്ലൂയിഡ്, സറൗണ്ടിങ് ഫ്ലൂയിഡ്. എന്തായിരിക്കും ആ സറൗണ്ടിങ് ഫ്ലൂയിഡിന് സം ഫ്ലൂയിഡ് മോഷൻ, അത് നാച്ചുറൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ് ചെയ്യുന്നതായിക്കോട്ടെ. ഫ്ലൂയിഡ് മോഷൻ ഉണ്ടെങ്കിൽ അവിടെ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ബൈ കൺവെക്ഷൻ ആണ്. അതിൻ്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്. അതായത് സോളിഡ് സർഫസിൻ്റെ ടെമ്പറേച്ചർ Ts, അതേപോലെ സറൗണ്ടിങ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ T ഇൻഫിനിറ്റി. റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്താ? Q is equal to H into A into Ts minus T infinity. H എന്ന് പറയുന്നത് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്, A എന്ന് പറയുന്നത് ഏരിയ ഓഫ് കൺവെക്ഷൻ. ഓക്കെ, when the temperature Ts and T infinity are fixed by design consideration, there are two ways to increase the rate of heat transfer. ഇവിടെ Tsഉം T ഇൻഫിനിറ്റിയും ഫിക്സഡ് ബൈ ഡിസൈൻ കൺസിഡറേഷൻ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു സോളിഡ് സർഫസ് എന്ന് പറയുന്നത് ഒരു ഫർണസ് വാളിൻ്റെ ഔട്ടർ സർഫസ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, അതിൻ്റെ ടെമ്പറേച്ചർ, ഫർണസ് വാളിൻ്റെ ഔട്ടർ സർഫസ്, അതിൻ്റെ ടെമ്പറേച്ചർ എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ഇപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് ഓപ്പറേഷനൊക്കെ ആണെങ്കിൽ ആ ഫർണസ് വാളിൻ്റെ ഔട്ടർ സർഫസ്, ഈ സർഫസിൻ്റെ ടെമ്പറേച്ചർ ഫിക്സഡ് ആയിരിക്കും. സ്റ്റഡി ആണെങ്കിൽ ടൈമിനനുസരിച്ചിട്ട് വേരി ചെയ്യുന്നുണ്ടാവില്ല, ഒരു പർട്ടിക്കുലർ വാല്യൂ തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, പിന്നെ അതിൻ്റെ സറൗണ്ടിങ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് എയർ ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ ടെമ്പറേച്ചർ എന്താണ്? ഫിക്സഡ് വാല്യൂ ആയിരിക്കും. മീൻസ് ഈ Ts ആൻഡ് T ഇൻഫിനിറ്റി, ഈ രണ്ട് വാല്യൂസും മോസ്റ്റ് ഓഫ് ദി പ്രാക്ടിക്കൽ കേസിലും എന്തായിരിക്കും? ഫിക്സഡ് വാല്യൂ ആയിരിക്കും. നമുക്കത് ആൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈസിയായിട്ട് ആൾട്ടർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വാല്യൂസ് അല്ല. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസ് ചെയ്യിക്കാനുള്ള വഴി എന്താ? ഒന്നിക്കൽ H, കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യിക്കുക, അല്ലെങ്കിൽ ഏരിയ ഇൻക്രീസ് ചെയ്യിക്കുക. ഓക്കെ, കാരണം Tsഉം T ഇൻഫിനിറ്റിയും ഫിക്സഡ് ആണ് ബൈ ഡിസൈൻ കൺസിഡറേഷൻ. ഓക്കെ, ഓരോ നോക്കാം. To increase the convective heat transfer coefficient H, increasing H may require installation of a pump or fan, but this approach may not be practical. അതായത് എച്ചിൻ്റെ വാല്യൂ, കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പമ്പ് അല്ലെങ്കിൽ ഫാൻസ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ ഇനീഷ്യലി വിചാരിക്കുക ബൈ നാച്ചുറൽ കൺവെക്ഷനാണ് ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, നാച്ചുറൽ കൺവെക്ഷനിൽ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ ലോ വാല്യൂ ആയിരിക്കും. എന്ത് ചെയ്യുന്നത്? ഞാൻ അവിടെ ഒരു പമ്പ് അല്ലെങ്കിൽ ഫാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആർട്ടിഫിഷ്യലായിട്ട് എയർ മോഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ സമയത്ത് നമുക്ക് എന്താ? കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്. പിന്നെ അവിടെ ഫോഴ്സ്ഡ് കൺവെക്ഷനായി. ഫോഴ്സ്ഡ് കൺവെക്ഷനിൽ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഫാൻസോ അല്ലെങ്കിൽ ബ്ലോവേഴ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് ഇൻക്രീസ് ചെയ്യിക്കുക. പക്ഷേ മെജോറിറ്റി ഓഫ് ദ പ്രാക്ടിക്കൽ കേസിൽ വരുന്ന സമയത്തും അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് H ഇൻക്രീസ് ചെയ്യിക്കല്, മീൻസ് പമ്പ് അല്ലെങ്കിൽ ബ്ലോവർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ H ഇൻക്രീസ് ചെയ്യിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് സെക്കൻഡ് വഴി എന്താണ്? ടു ഇൻക്രീസ് ദി സർഫസ് ഏരിയ, എൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യിക്കുക. കാരണം H നമുക്ക് പ്രാക്ടിക്കലി ഇൻക്രീസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. Tsഉം T ഇൻഫിനിറ്റിയും ഫിക്സഡ്, പിന്നെ എൻ്റെ വാല്യൂ നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാം. This is achieved by attaching extended surfaces called fins made of high conductive material such as aluminum to the base surface. അടുത്തെന്ന് പറഞ്ഞാൽ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയ ഇൻക്രീസ് ചെയ്യിക്കലാണ്. ഓക്കെ, അതങ്ങനെ അച്ചീവ് ചെയ്യുന്നത് എക്സ്റ്റെൻഡഡ് സർഫസസ്. ആ എക്സ്റ്റെൻഡഡ് സർഫസസിന് പറയുന്ന പേരാണ് ഫിൻസ്.
ഈ ഒരു ബേസ് സർഫസിലോട്ട് എന്ത് ചെയ്യും, എക്സ്റ്റെൻഡഡ് സർഫസസ് അറ്റാച്ച് അല്ലെങ്കിൽ ഫിൻസ് അറ്റാച്ച് ചെയ്യും. അത് മെയ്ഡ് ചെയ്യുന്നത് ഹൈലി കണ്ടക്റ്റീവ് മെറ്റീരിയൽസ്, അലുമിനിയം പോലെയുള്ള ഹൈലി കണ്ടക്റ്റീവ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ആ ഫിൻസ് ഉണ്ടാക്കുന്നത്. ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഫിൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല, കാരണം അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയേ വേണ്ടത്. ഓക്കെ, എന്താണ് ഫിന്നിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് നമ്മളെ ബേസ് സർഫസ് എന്ന് പറയുന്നത്. അതിലോട്ട് എക്സ്റ്റെൻഡഡ് സർഫസ് എങ്ങനെ ആഡ് ചെയ്യുന്നത്, ഇതൊരു ഫിന്നാണ്. ഓക്കെ, എക്സ്റ്റെൻഡഡ് സർഫസ് അതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. ആ ബേസ് സർഫസിലോട്ട് ആ ഫിൻസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇവിടെ എന്ത് ചെയ്യും, ഏരിയ, ഹീറ്റ് ട്രാൻസ്ഫറിന് ഏരിയ ഇൻക്രീസ് ചെയ്യുകയാണ്. ഓക്കെ, ഇനീഷ്യലി ഇതായിരുന്നു ഈ ഒരു പോർഷൻ കൺസിഡർ ആണെങ്കിൽ ഇത്ര പേരാണ് അവിടെ ഏരിയ ഉണ്ടായിരുന്നത്. അവിടെ തൊട്ട് എന്ത് ചെയ്തു, ഫിൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഓക്കെ, എന്ത് ചെയ്തു, ഏരിയ, ഹീറ്റ് ട്രാൻസ്ഫറിനുള്ള ഏരിയ ഇവിടെ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഫിൻസ് എൻഹാൻസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം എ സർഫസ് ബൈ എക്സ്പോസിങ് എ ലാർജർ സർഫസ് ഏരിയ ടു കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഫിൻസ് എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എൻഹാൻസ് ചെയ്യുന്നത്, പ്രൊവൈഡിങ് മോർ സർഫസ് ഏരിയ ഫോർ കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. നമ്മളിവിടെ ഫിൻസിൻ്റെ അനാലിസിസിൽ റേഡിയേഷൻ്റെ എഫക്റ്റ് നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. Some of the applications of fins are cooling of electronic components, motorcycle engines, compressors, electrical motors, transformers, etc. ഫിൻസിൻ്റെ മെയിനായിട്ട് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കൂളിംഗ് പർപ്പസിലാണ് മെയിൻസായിട്ട് അപ്ലിക്കേഷൻസ് വരുന്നത്. ഇപ്പം ഓട്ടോമൊബൈലിൻ്റെ എഞ്ചിൻസ്, ബൈക്കിൻ്റെയൊക്കെ എഞ്ചിൻസിൽ ഇങ്ങനെ ഫിൻസ് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, എഞ്ചിൻസിൽ ഫിൻസ് നിങ്ങളോട് കണ്ടിട്ടുണ്ടാവും. അതെന്താണ്, ഹീറ്റ് ട്രാൻസ്ഫർ എൻഹാൻസ് ചെയ്യിക്കാൻ. ഇപ്പോൾ ബൈക്കിൻ്റെയൊക്കെ എഞ്ചിൻസ് മെജോറിറ്റി എന്തായിരിക്കും, എയർ കൂൾഡ് എഞ്ചിൻസ് ആയിരിക്കും. അതിൽ പെട്ടെന്ന് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്, സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഫിൻസ് അവിടെ കൊടുത്തിരിക്കുന്നത്. ടൈപ്സ് ഓഫ് ഫിൻസ്. ഫിൻസ് ആർ ഡിസൈൻഡ് ആൻഡ് മാനുഫാക്ചേർഡ് ഇൻ മെനി ഷേപ്സ് ആൻഡ് ഫോംസ്. ഈ ഫിൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് തന്നെയാണ് ആ ഡിഫറെൻറ്റ് ടൈപ്സ് പറയുന്നത്. ജസ്റ്റ് ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവിടെ ഫിഗർ എ എന്ന് പറയുന്നത് എന്താണ്, ലോഞ്ചിറ്റ്യൂഡിനൽ ഫിൻ ഓഫ് റെക്ടാങ്കുലർ പ്രൊഫൈൽ. ഇതിൻ്റെ ഷേപ്പ് എന്താണ്, റെക്ടാങ്കുലർ ആണ്. സെക്കൻഡ്, സിലിണ്ട്രിക്കൽ ട്യൂബ് വിത്ത് ഫിൻസ് ഓഫ് റെക്ടാങ്കുലർ പ്രൊഫൈൽ. ഒരു സിലിണ്ട്രിക്കൽ ട്യൂബ് ഉണ്ട്, അതിൻ്റെ പുറത്തെന്ത് ഫിൻസ് കൊടുത്തിട്ടുണ്ട്, റെക്ടാങ്കുലർ പ്രൊഫൈലിലെ ഫിൻസ്. അതേപോലെ സി എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ഫിൻ ഓഫ് ട്രപ്പിസോയിഡൽ പ്രൊഫൈൽ. അതേപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ ഫിൻ ഓഫ് പരാബോളിക് പ്രൊഫൈൽ. ഇവിടെ ഒരു സിലിണ്ട്രിക്കൽ ട്യൂബ് ഉണ്ട്, അതിന് സറൗണ്ട് ചെയ്തിട്ടാണ് ഫിൻ ഉള്ളത്. അതായത് സിലിണ്ട്രിക്കൽ ട്യൂബ് വിത്ത് റേഡിയൽ ഫിൻ ഓഫ് റെക്ടാങ്കുലർ പ്രൊഫൈൽ. ഇവിടെ സിലിണ്ട്രിക്കൽ പിൻ ഫിൻ, സർക്കുലർ ക്രോസ് സെക്ഷനാണ്. ജി എന്ന് പറയുന്നത് ട്രങ്കേറ്റഡ് കോണിക്കൽ സ്പൈൻ. അതേപോലെ എച്ച് എന്ന് പറയുന്നത് പരാബോളിക് സ്പൈൻ. അടുത്തത് അതിൻ്റെ അനാലിസിസ്, ഗവേണിംഗ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആദ്യം അതിന് യൂസ് ചെയ്യുന്ന അസംഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റഡി സ്റ്റേറ്റ് ഓപ്പറേഷൻ വിത്ത് നോ ഹീറ്റ് ജനറേഷൻ ഇൻ ദ ഫിൻ. ഓപ്പറേഷൻ എന്താണ്, സ്റ്റഡി സ്റ്റേറ്റ് ആണ്. ദർ ഈസ് നോ വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ വിത്ത് ടൈം. ഓക്കെ, സ്റ്റഡി സ്റ്റേറ്റ് ആണ്. പിന്നെ എന്തില്ല, ഫിന്നിൻ്റെ ഉള്ളിൽ ഹീറ്റ് ജനറേഷൻ ഇല്ല. ദർ ഈസ് നോ ഹീറ്റ് ജനറേഷൻ ഇൻ ദ ഫിൻ. സെക്കൻഡ് വൺ, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഈസ് യൂണിഫോം ത്രൂ ഔട്ട്. തെർമൽ കണ്ടക്ടിവിറ്റി എന്താണ്, യൂണിഫോം ത്രൂ ഔട്ട് ദി ഫിന്ന്. തെർമൽ കണ്ടക്ടിവിറ്റി യൂണിഫോം ആണ്, ടെമ്പറേച്ചറിനനുസരിച്ചുള്ള വേരിയേഷൻസോ അങ്ങനെ ഒന്നും എടുക്കുന്നില്ല. തേർഡ് വൺ, യൂണിഫോം ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് ഓവർ ദി എൻറ്റയർ സർഫസ് ഓഫ് ദി ഫിൻ. എൻറ്റയർ സർഫസിൽ, ഫിന്നിൻ്റെ എൻറ്റയർ സർഫസിലും എന്താണ്, ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് യൂണിഫോം ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. പിന്നെ നെഗ്ലിജിബിൾ കോണ്ടാക്റ്റ് തെർമൽ റെസിസ്റ്റൻസ്. ഇവിടെയാണ് കോണ്ടാക്റ്റ് വരുന്നത്. ഇവിടെ ബേസ് ബോഡിയും ഫിന്നും തമ്മിൽ കോണ്ടാക്റ്റ് വരുന്ന പോയിന്റ് ഇവിടെയാണ്. അവിടെയുള്ള തെർമൽ റെസിസ്റ്റൻസ് നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വൺ ഡയമെൻഷണൽ ഹീറ്റ് കണ്ടക്ഷൻ, അതായത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫങ്ഷൻ ഓഫ് എക്സ്. ഇപ്പം ഇതാണ് എക്സ് ഡയറക്ഷൻ എങ്കിൽ ഇറ്റ് ഇസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ഓൺലി. വൺ ഡയമെൻഷണൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ നെഗ്ലിജിബിൾ റേഡിയേഷൻ. ഈ ഒരു ഫിന്നിൻ്റെ സർഫസിൽ നിന്ന് ആംബിയൻ്റ് എയറിലോട്ട് ബൈ കൺവെക്ഷനും ബൈ റേഡിയേഷനും ഹീറ്റ് ട്രാൻസ്ഫർ അടക്കുക. ആ റേഡിയേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും, അതുകൊണ്ട് നെഗ്ലക്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് അസംഷൻസ്. കൺസിഡർ എ റെക്ടാങ്കുലർ ഫിൻ ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ. ദ പ്രിൻസിപ്പൽ ഹീറ്റ് കണ്ടക്ഷൻ ഈസ് അലോങ് എക്സ് ആക്സിസ് വെർ ദി convection heat loss takes place from the surface of the fin.
ഒരു റെക്റ്റാങ്കുലർ ഫിന്ന് യൂണിഫോം ക്രോസ് സെക്ഷനാണ്. ഓക്കെ, ബേസിൽ നിന്ന് ആ ടിപ്പ് വരെ ക്രോസ് സെക്ഷൻ വേരിയേഷൻ ഒന്നുമില്ല, യൂണിഫോം ക്രോസ് സെക്ഷനാണ്, റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനാണ്. പിന്നെ മെയിൻ ഹീറ്റ് കണ്ടക്ഷൻ എന്ന് പറയുന്നത് എലോങ് ദി എക്സ് ആക്സിസ് ആണ്. പിന്നെ ഈ സർഫസിന് എന്തുണ്ട്, ടോപ്പ് ആൻഡ് ബോട്ടം അതേപോലെ സർഫസിനൊക്കെ എന്തുണ്ട്, കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. ഇവിടെ ഉപയോഗിക്കുന്ന നൊട്ടേഷൻസ് ആദ്യം നോക്കാം. ബേസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T0. ഓക്കെ, ഇതാണ് ഫിന്നിൻ്റെ ബേസ് എന്ന് പറയുന്നത്, അതിൻ്റെ ടെമ്പറേച്ചർ T0. സറൗണ്ടിങ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ T∞. എച്ച് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്, കെ എന്ന് പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ഫിൻ മെറ്റീരിയൽ, എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ഫിൻ. ഓക്കെ, ഇതാണ് ലെങ്ത് ഓഫ് ഫിൻ എന്ന് പറയുന്നത്. ഡബ്ല്യു എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ഫിൻ. ഓക്കെ, വിഡ്ത്ത്. അതേപോലെ ടി എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ഫിൻ. പി എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് ഫിൻ. പെരിമീറ്റർ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഈ എൻഡിലാണെങ്കിൽ ഇതാണ് അതിൻ്റെ പെരിമീറ്റർ വരിക. ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് വരും, ഡബ്ല്യു പ്ലസ് ടി പ്ലസ് ഡബ്ല്യു പ്ലസ് ടി, അതായത് 2 times ഡബ്ല്യു പ്ലസ് ടി. അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ഫിൻ എന്ന് പറയുന്നത് ഈ എ എന്ന് കാണിച്ചിരിക്കുന്ന ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, ഈ ഒരു ഏരിയ അതെന്ത് കിട്ടും, ഡബ്ല്യു ഇൻറ്റു ടി ചെയ്താൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ഫിൻ കിട്ടും. ഇനി എൻ്റെ കറസ്പോണ്ടിങ് ഗവേണിംഗ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, കൺസിഡർ ഹീറ്റ് ഫ്ലോ ടു ആൻഡ് ഫ്രം എ ഡിഫറൻഷ്യൽ എലമെൻറ്റ് ഓഫ് ലെങ്ത് ഡി എക്സ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദി ബേസ്. ഇവിടെ ഞാൻ ഒരു ഡിഫറൻഷ്യൽ എലമെൻറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്, ബേസിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലാണുള്ളത്, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡി എക്സ്. ഓക്കെ, അതാണ് ഡിഫറൻഷ്യൽ എലമെൻറ്റ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഡിഫറൻഷ്യൽ എലമെൻറ്റിൻ്റെ എനർജി ബാലൻസ് വെച്ചിട്ടാണ് ഗവേണിംഗ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ദ എനർജി ബാലൻസ് ഫോർ ദിസ് എലമെൻറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് റേറ്റ് ഓഫ് ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ ടു ദ എലമെൻറ്റ് അറ്റ് എക്സ്, that is equal to rate of heat conducted from the element at x plus dx plus rate of convection from the element. ഇതിൻ്റെ എനർജി ബാലൻസ് ഈ എക്സ് എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ അതിലോട്ട് കണ്ടക്ട് ചെയ്യുന്ന ഹീറ്റ് അതെങ്ങനെയൊക്കെ പോവുക, ഒന്ന് കൺവെക്റ്റ് ചെയ്ത് പോവുക എലമെൻറ്റിൽ നിന്ന്, പിന്നെ എക്സ് പ്ലസ് ഡി എക്സിലോട്ട് കണ്ടക്ട് ചെയ്ത് പോവുക. ഇതിലോട്ട് എൻ്റർ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് പോകുന്നത്, ഒന്ന് കൺവെക്റ്റ് ചെയ്ത് പോകുന്നത്, അതേപോലെ എക്സ് പ്ലസ് ഡി എക്സിൽ കണ്ടക്ട് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ ക്യൂ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു ക്യൂ അറ്റ് എക്സ് പ്ലസ് ഡി എക്സ് പ്ലസ് ക്യൂ കൺവെക്റ്റഡ്. ഇക്വേഷൻ നമ്പർ 1. ഇനി റേറ്റ് ഓഫ് ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ ടു ദ എലമെൻറ്റ് അറ്റ് എക്സ് അങ്ങനെ കണ്ടുപിടിക്കുക. ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ യൂസ് ചെയ്യുക. ക്യൂ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. ഓക്കെ, ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ആണ് ഇക്വേഷൻ നമ്പർ 2 കൊടുത്തിട്ടുണ്ട്. ഇനി റേറ്റ് ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ഫ്രം ദി എലമെൻറ്റ് അറ്റ് എക്സ് പ്ലസ് ഡി എക്സ്, അതായത് ക്യൂ അറ്റ് എക്സ് പ്ലസ് ഡി എക്സ്, അതങ്ങനെ കണ്ടുപിടിക്കുക. യൂസിങ് ടൈലർ സീരീസ് എക്സ്പാൻഷൻ നെഗ്ലക്റ്റിംഗ് ഹയർ ഓർഡർ ടേംസ്. എങ്ങനെ എഴുതാം, ക്യൂ അറ്റ് എക്സ് പ്ലസ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ക്യൂ എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ക്യൂ എക്സ് ഓവർ ദ ഡിസ്റ്റൻസ് ഡി എക്സ്. ഓക്കെ, അതായത് ക്യൂ അറ്റ് എക്സ് പ്ലസ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ക്യൂ എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ക്യൂ എക്സ് ഓവർ ദ ഡിസ്റ്റൻസ് ഡി എക്സ്. ഓൾറെഡി അറിയുന്നുണ്ടാവും ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ, അതായത് കാർട്ടീഷ്യൻ സിലിണ്ടറിക്കൽ സ്ഫെറിക്കൽ കോർഡിനേറ്റ് ഒക്കെ ഡിറൈവ് ചെയ്ത സമയത്ത് ഈ ഒരു എക്സ്പ്രഷൻ, ഈ ഒരു മോഡലിൽ എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഞാൻ എല്ലാം കംപ്ലീറ്റ് ഡെറിവേറ്റീവ് ഡി ടി ബൈ ഡി എക്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ഡോ ടി ബൈ ഡോ എക്സ്. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവിന് പകരം കംപ്ലീറ്റ് ഡെറിവേറ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ എന്താ അസ്യൂം ചെയ്തിട്ടുണ്ട്, ടെമ്പറേച്ചർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺലി, 1 ഡയമെൻഷണൽ ഹീറ്റ് കണ്ടക്ഷൻ ആയിട്ട് അസ്യൂം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കംപ്ലീറ്റ് ഡെറിവേറ്റീവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ക്യൂ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് ഡി ബൈ ഡി എക്സ് ഓഫ് മൈനസ് കെ ഡി ടി ബൈ ഡി എക്സ്, ഇത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. കെ എ പുറത്തെടുത്താൽ എന്ത് കിട്ടും, ക്യൂ എക്സ് പ്ലസ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കെ ഡി ടി ബൈ ഡി എക്സ് മൈനസ് കെ ഇൻറ്റു ഡി സ്ക്വയർ ടി ബൈ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. ഇക്വേഷൻ നമ്പർ 3. അടുത്തത് റേറ്റ് ഓഫ് ഹീറ്റ് കൺവെക്ഷൻ ഫ്രം ദി എലമെൻറ്റ് ത്രൂ ലെങ്ത് ഡി എക്സ്. ഈ ഒരു ഡിഫറൻഷ്യൽ എലമെൻ്റ് എന്നല്ലേ കൺവെക്ഷൻ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആയിരിക്കും ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്യൂ കൺവെക്റ്റഡ് ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ഏരിയ ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്. ഇവിടെ ഏരിയ എന്ത് വരും, ഈ ഒരു ബ്ലാക്ക് കളറിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, ആദ്യം എൻ്റെ പെരിമീറ്റർ ഇൻറ്റു ഈ ഡി എക്സ് ചെയ്യുന്നത്. പെരിമീറ്റർ എന്ന് വെച്ചാൽ ഈ ഒരു എൻഡിൽ പറയുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ പെരിമീറ്റർ വരുന്നത്. ഓക്കെ, ഇവിടുന്ന് നോക്കുക, പെരിമീറ്ററായി, പെരിമീറ്റർ ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് ഡി എക്സ് ചെയ്താൽ എന്ത് കിട്ടും, ആ ഒരു സർഫസിലെ ഏരിയ കിട്ടി. ഓക്കെ, എച്ച് ഇൻറ്റു പി ഇൻറ്റു ഡി എക്സ് ഇൻറ്റു
ടി മൈനസ് ടി ഇൻഫിനിറ്റി. ടി മീൻസ് ഇതിൻ്റെ ടെമ്പറേച്ചർ, ആ എലമെൻ്റൽ സ്ട്രിപ്പിൻ്റെ ടെമ്പറേച്ചർ മൈനസ് സറൗണ്ടിങ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചറാണ് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കിട്ടുന്നത്. ഓക്കെ, ഇനി എനർജി ബാലൻസ് ഇക്വേഷനിൽ അത് ക്യു എക്സ് പ്ലസ് ഡി എക്സ് അതേപോലെ ക്യൂ കൺവെക്റ്റഡ് കൊടുക്കുന്ന ഓക്കെ ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഈ ഒരു രണ്ട് ടേംസ് നമുക്ക് ക്യാൻസൽ ചെയ്യുക. അതിനുശേഷം ഇതിനെന്ത് ചെയ്തു, ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. ഈ രണ്ട് ടേംസും ക്യാൻസൽ ആയി. പിന്നെ മൈനസ് കെ ഡി സ്ക്വയർ ടി ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എച്ച് പി ഡി എക്സ് ഇൻറ്റു ടി മൈനസ് ടി ഇൻഫിനിറ്റി ഈക്വൽ ടു 0 ഫോർമാറ്റിലാണ് ഉണ്ടാവുക. ഈ ഒരു ടേമിന് മൈനസിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. ബാക്കി റൈറ്റ് സൈഡിൽ ഈ ഒരു ടേം ഉണ്ടാവും. ഓക്കെ, ഡി എക്സ് ക്യാൻസൽ ചെയ്യുന്നത്. ബാക്കിലത് കെ ഡി സ്ക്വയർ ടി ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു എച്ച് ഇൻറ്റു പി ഇൻറ്റു ടി മൈനസ് ടി ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ഡി സ്ക്വയർ ടി ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു എച്ച് പി ബൈ കെ ഇൻറ്റു ടി മൈനസ് ടി ഇൻഫിനിറ്റി, അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് അങ്ങനെ എഴുതാം. ഡി സ്ക്വയർ ടി ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് എച്ച് പി ബൈ കെ എ ഇൻറ്റു ടി മൈനസ് ടി ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 5. ഇതിൽ ഈ ഒരു ടേം എച്ച് പി ബൈ കെ എ അതിൻ്റെ സ്ക്വയർ റൂട്ടിനാണ് ഞാൻ എം എന്ന് പറയുന്നത്. എച്ച് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്, കെ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റീരിയൽ, പി ആൻഡ് എ പെരിമീറ്റർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇപ്പം എച്ചും കെ കോൺസ്റ്റൻറ്റ് ഫിക്സഡ് ആണ്. അതേപോലെ ഒരു ഫിന്നിൻ്റെ പി ആൻഡ് എ യൂണിഫോം ക്രോസ് സെക്ഷൻ ആണെങ്കിൽ പി ആൻഡ് കെ കോൺസ്റ്റൻറ്റ്, എം എന്താവും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് തന്നെ ഉണ്ടാവും. ഓക്കെ, അതിന് ഞാൻ ഈ ഒരു ടേമിൻ്റെ സ്ക്വയർ റൂട്ടിനെ എം എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഡിഫൈനിങ് എക്സസ് ടെമ്പറേച്ചർ ആസ് തീറ്റ ഈസ് ഈക്വൽ ടു ടി മൈനസ് ടി ഇൻഫിനിറ്റി ഇൻ എക്സസ് ഓഫ് ആംബിയൻ ടെമ്പറേച്ചർ, അതായത് എക്സസ് ടെമ്പറേച്ചർ തീറ്റ ഈസ് ഈക്വൽ ടു ടി മൈനസ് ടി ഇൻഫിനിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഡി തീറ്റ ബൈ ഡി എക്സ് എന്തായിരിക്കും, ഡി തീറ്റ ബൈ ഡി എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ഈസ് ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ്. ഇതെന്താണ്, ടി ഇൻഫിനിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഡി തീറ്റ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഡി ടി ബൈ ഡി എക്സ് ആണ് കിട്ടും. ഈ ഒരു ടേം ഒരുപാട് സ്ഥലത്ത് ആവശ്യമുണ്ട്, കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. അതേപോലെ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡി സ്ക്വയർ തീറ്റ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഡി സ്ക്വയർ ടി ബൈ ഡി എക്സ് സ്ക്വയറിന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഡി സ്ക്വയർ ടി ബൈ ഡി എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്താൽ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി എക്സ് സ്ക്വയർ എഴുതാം. ഇവിടെ എം ഞാൻ സ്ക്വയർ റൂട്ടായിരുന്നു ഡിഫൈൻ ചെയ്തത്. അന്നേരം എച്ച് പി ബൈ കെ എന്ന് പറയുന്നത് എം സ്ക്വയർ, അഗൈൻ ടി മൈനസ് ടി ഇൻഫിനിറ്റി എന്ന് പറയുന്നത് തീറ്റ, അതായത് ഡി സ്ക്വയർ തീറ്റ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് എം സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 6. ഓക്കെ, ഇതെന്താണ്, സെക്കൻഡ് ഓർഡർ ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇക്വേഷൻ നമ്പർ 6 എന്ന് പറയുന്നത് ഇതാണ് ജനറൽ ഗവേണിംഗ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, തീറ്റ ഈസ് ഈക്വൽ ടു C1 e റേസ് ടു മൈനസ് എം എക്സ് പ്ലസ് C2 e റേസ് ടു എം എക്സ്. ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ ഇക്വേഷൻ നമ്പർ 7. ഓക്കെ, ഈ ഇക്വേഷൻ നമ്പർ 7 സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഫിന്നിൻ്റെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. ഓക്കെ, അത് സോൾവ് ചെയ്യാൻ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് ആവശ്യമാണ്. ആ സോൾവ് ചെയ്യലെന്ന് വെച്ചാൽ C1 ആൻഡ് C2 കണ്ടുപിടിക്കണമെങ്കിൽ, കോൺസ്റ്റൻസിനെ കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് വേണം. ആ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഫിന്നിൽ ഡിഫറെൻ്റ് ആയിരിക്കും. മീൻസ് ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിൻ, അതേപോലെ ഫിൻ വിത്ത് ഇൻസുലേറ്റഡ് ടിപ്പ് അല്ലെങ്കിൽ ഇൻസുലേറ്റഡ് എൻഡ്, അതേപോലെ ഫിൻ വിത്ത് കൺവെക്ഷൻ അറ്റ് എൻഡ്. 3 കേസസാണ് മെയിനായിട്ട് വരുന്നത്. ആ 3 കേസസിൻ്റെയും ബൗണ്ടറി കണ്ടീഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു ബൗണ്ടറി കണ്ടീഷൻ കോമൺ ആയിരിക്കും, അതായത് ബേസിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ബേസിലെ ടെമ്പറേച്ചർ എക്സിൻ്റെ വാല്യൂ എന്തായിരുന്നു, എക്സിൻ്റെ വാല്യൂ 0 എന്ന സമയത്ത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ബേസ് ടെമ്പറേച്ചർ T0 ആയിരിക്കും. ആ ഒരു ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാ ഫിന്നിലും സെയിം ആയിരിക്കും. ബാക്കിയുള്ള ബൗണ്ടറി കണ്ടീഷൻസിൽ വേരിയേഷൻ വരും, എൻഡിലുള്ള ബൗണ്ടറി കണ്ടീഷൻ വേരിയേഷൻ വരും. ഓക്കെ, അങ്ങനെയാണ് ഓരോ ഫിന്നിലും ഓരോ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷനിലോട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ ഒരു കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ആദ്യം അത് നോക്കാം. ഹീറ്റ് ഡിസിപ്പേഷൻ ഫ്രം ആൻ ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിൻ. The fin is sufficiently long. The temperature at the end will be equal to temperature of the surrounding fluid. ഓക്കെ, ഇതാണ് ഫിന്ന്. അത് ഇൻഫൈനൈറ്റ്ലി ലോങ് എന്ന് വെച്ചാൽ എൻ്റെ കൺസെപ്റ്റ് എന്താണ്, ടെമ്പറേച്ചർ അറ്റ് ദി എൻഡ്, ഇതാണ് ഫിന്നിൻ്റെ എൻഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ടിപ്പ്. ഓക്കെ, അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സറൗണ്ടിങ് T ഇൻഫിനിറ്റി ആയിരിക്കും, സറൗണ്ടിങ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കും. ഇത് ഫിന്ന് എന്ന് പറഞ്ഞാൽ സഫീഷ്യൻ്റ്ലി ലോങ് ആണ്, അതിൻ്റെ എൻഡിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സറൗണ്ടിങ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കും. അതാണ് ഫസ്റ്റ് കേസ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് പറഞ്ഞാൽ ഒരു ബൗണ്ടറി കണ്ടീഷൻ എല്ലാത്തിലും എല്ലാ കേസിലും കോമൺ ആണെന്ന് പറഞ്ഞു. അതാണ് ആദ്യം പറയുന്നത്. വെൻ എക്സ് ഈസ് ഈക്വൽ ടു 0, ഇതാണ് എക്സിൻ്റെ ഡയറക്ഷൻ.
ഓക്കെ, ഈ ഡയറക്ഷനാണ് എക്സ്. x0 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ലൊക്കേഷൻ, ബേസ് ആണ് വരുന്നത്. ഓക്കെ, എക്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെയാണ് ബേസ്. ഓക്കെ, അന്നേരം ടെമ്പറേച്ചറിൻ്റെ വാല്യൂ എന്താണ്? ടി നോട്ടാണ്. നമ്മൾ തീറ്റ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ടി മൈനസ് ടി ഇൻഫിനിറ്റി ആണ്. ഈ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ടി നോട്ട് ആകുന്ന സമയത്ത് തീറ്റ എന്താവും? തീറ്റ ഇസ് ഈക്വൽ ടു ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി. അതിനെ ഞാൻ തീറ്റ നോട്ട് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി എന്താ? തീറ്റ നോട്ട്. അതായത് വെൻ എക്സ് ഈസ് ഈക്വൽ ടു 0 തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ നോട്ട്. അതാണ് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ. ഇനി എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, എക്സ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി അല്ല, എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആവുന്ന സമയത്ത്, എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആവുന്ന മീൻസ് ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിൻ. ആ സമയത്ത് ടെമ്പറേച്ചർ എന്താവും? ടി ഇൻഫിനിറ്റി ആവും. ആ ടിപ്പിലെ ടെമ്പറേച്ചർ ടി ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്തായിരിക്കും? ടി ഇൻഫിനിറ്റി മൈനസ് ടി ഇൻഫിനിറ്റി എന്താണ്? 0 ആണ്. അതായത് വെൻ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി തീറ്റ ടെൻസ് ടു 0. ഓക്കെ, അതാണ് സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ. ഇനി ഓൾറെഡി ഡിറൈവ് ചെയ്ത ജനറൽ സൊല്യൂഷൻ ഉണ്ട്. ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ഗവേണിംഗ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഇൻ എക്സ് തീറ്റ ഇസ് ഈക്വൽ ടു c1 e raised to minus mx പ്ലസ് c2 e raised to mx. c1 c2 കണ്ടുപിടിക്കാറുണ്ട്. ആദ്യം ഞാൻ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത്. വെൻ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി തീറ്റ ടെൻസ് ടു 0. തീറ്റൻ്റെ വാല്യൂ 0, എക്സ് ഇൻഫിനിറ്റി, ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ മൈനസ് ഇൻഫിനിറ്റി, സം ക്വാണ്ടിറ്റി ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി. അതുപോലെ പ്ലസ് c2 e raised to ഇൻഫിനിറ്റി വരും. ഓക്കെ, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്താണ്? 0 ആണ്. അതുകൊണ്ട് c1 ഇൻറ്റു 0. ഈ ക്വാണ്ടിറ്റി ഓൾറെഡി 0 ആയിപ്പോയി. പിന്നെ c2 e raised to ഇൻഫിനിറ്റി. ഓക്കെ, മീൻസ് നമുക്ക് എന്താ കിട്ടുന്നത്? 0 ഇസ് ഈക്വൽ ടു c2 e raised to ഇൻഫിനിറ്റി. ഇ റേസ് ടു ഇൻഫിനിറ്റിക്ക് 0 ആവാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? c2 0 ആയിരിക്കണം. ഓക്കെ, ഇക്വേഷൻ നമ്പർ എ. ഇനി ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ ഇതിൽ അപ്ലൈ ചെയ്യുന്നു. ഇനി ഞാൻ c2 കൺസിഡർ ചെയ്യുന്നില്ല, c2 ഓൾറെഡി 0 ആയി പോയി. അതുകൊണ്ട് ഇനി ഇത് കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഇക്വേഷൻ എന്താ ചെയ്യൂ? തീറ്റ ഇസ് ഈക്വൽ ടു c1 e raised to minus mx ചെയ്യൂ. അതിൽ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, വെൻ എക്സ് ഈസ് ഈക്വൽ ടു 0 തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ 0 ആണ്. ഓക്കെ, ഇവിടെ എന്തായി? തീറ്റ 0 ആയി, c1 e raised to minus m ഇൻറ്റു 0. ഓക്കെ, എക്സ് 0 ആണ്. ഈ ക്വാണ്ടിറ്റി എന്തായി? ഇ റേസ് ടു 0 എന്ന് വെച്ചാൽ 1 ആയി. മീൻസ് c1 ഈസ് ഈക്വൽ ടു തീറ്റ 0. ഇനി ഇക്വേഷൻ എയും ബിയും എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഇക്വേഷൻ ക്യാപിറ്റൽ എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. c1ൻ്റെയും c2ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്ത് കിട്ടും? തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ 0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എം എക്സ്. ഓക്കെ, തീറ്റ ഇസ് ഈക്വൽ ടു ഇത് c1ൻ്റെ വാല്യൂ ആണ്, c2 0. ഇനി തീറ്റ എന്തായിരുന്നു? ടി മൈനസ് ടി ഇൻഫിനിറ്റി ആയിരുന്നു. തീറ്റ 0 എന്ന് പറയുന്നത് ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി ആയിരുന്നു. ഓൾറെഡി നമ്മൾ കണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ ടി മൈനസ് ടി ഇൻഫിനിറ്റി ബൈ ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എം എക്സ്. എമ്മിൻ്റെ വാല്യൂ √hp/k. ഇതാണ് ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിന്നിൻ്റെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എൻ്റെ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. The rate of heat transfer by fin is equal to heat conducted into the fin at its base. സ്റ്റഡി സ്റ്റേറ്റ് ആണ്. നമ്മൾ എടുത്തിരിക്കുന്ന അസംഷൻ എന്തായിരുന്നു? സ്റ്റഡി സ്റ്റേറ്റ് എന്നൊരു അസംഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അതിൽ നിന്നാണ് ഇത് എഴുതുന്നത്. ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ദ ഫിൻ, ഫിന്നിലൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ ടു ദ ഫിൻ അറ്റ് ഇറ്റ്സ് ബേസ്. ഓക്കെ, ബേസിൽ നിന്ന് ഫിന്നിലോട്ട് കണ്ടക്ട് ചെയ്യുന്ന സെയിം ഹീറ്റാണ് ആ ഫിന്നിലൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. കാരണം സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനാണ്. ഓക്കെ, അത് ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0. അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. ക്യൂ ഈസ് ഈക്വൽ ടു മൈനസ് കെ ഡി ടി ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, 4 ഇയറിൽ വെച്ചിട്ട് ഇക്വേഷൻ നമ്പർ സി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ്? ഈ ഡി ടി ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആദ്യം ടെമ്പറേച്ചറിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചതുണ്ട്. അതിൽ നിന്ന് എഴുതാൻ വേണ്ടി പറ്റും? ടി മൈനസ് ടി ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ഇതിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്ന് t0 മൈനസ് ടി ഇൻഫിനിറ്റി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എം എക്സ്. അല്ലെങ്കിൽ ടി ഈസ് ഈക്വൽ ടു ടി ഇൻഫിനിറ്റി പ്ലസ് ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എം എക്സ്. ഓക്കെ, ഏതൊരു ലൊക്കേഷൻ എക്സിലെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനും നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സിൻ്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ബാക്കിയെല്ലാ പാരാമീറ്റർ പറയുമെങ്കിൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഡി ടി ബൈ ഡി എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ടി ഇൻഫിനിറ്റി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡിഫറൻഷ്യൽ 0. ഈ ഒരു ടേം വെച്ചാൽ ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി കോൺസ്റ്റൻ്റ് ആണ്, ഇ റേസ് ടു മൈനസ് എം എക്സ്. ഇ റേസ് ടു എ എക്സിൻ്റെ എന്നാണ്? ഇ റേസ് ടു എ എക്സ് ഇൻറ്റു എ ആണ്. അതുകൊണ്ട് ഇ റേസ് ടു മൈനസ് എം എക്സ് ഇൻറ്റു ഇതിൻ്റെത് മൈനസ് എം വരും. ഓക്കെ,
അല്ലെങ്കിൽ ഡി ടി ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആണ് നമുക്ക് വേണ്ടുന്നത് ക്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എക്സിന് 0 ഇട്ട് കൊടുത്താൽ എന്ത് വരും, ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി ഉണ്ടാവും, ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു മൈനസ് എം. ഇനി എന്ത് ചെയ്യുന്നത്, ഡി ടി ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ സിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. മൈനസ് കെ ഇൻറ്റു ഇതാണ് ഡി ടി ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0. രണ്ട് മൈനസും മൾട്ടിപ്ലൈ ചെയ്ത് എന്തായി പോസിറ്റീവായി ക്യൂ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ഇൻറ്റു എം ഇൻറ്റു ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി. എമ്മിൻ്റെ വാല്യൂ എന്തായിരുന്നു, റൂട്ട് എച്ച് പി ബൈ കെ ആണ്. ക്യൂ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ഇൻറ്റു എമ്മിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി. ഇവിടെ കെ ഉണ്ട്, ഇവിടെ റൂട്ട് കെ എ ഉണ്ട്. ഓക്കെ, ഒന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും, ക്യൂ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് പി കെ എ ഇൻറ്റു ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി. ഇതാണ് ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിന്നിലൂടെയുള്ള റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഓക്കെ, ഇക്വേഷൻ ഡാറ്റാ ബുക്കിൽ അവൈലബിൾ ആണ്. അതുപോലെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷനും ഡാറ്റാ ബുക്കിൽ അവൈലബിൾ ആണ്. ഈ ഏരിയ എന്ന് ചോദിച്ചാൽ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡിറൈവ് ഇക്വേഷൻ ഓഫ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഹീറ്റ് ഡിസിപ്പേഷൻ ഫോർ ആൻ ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിൻ. മെയ് 2019 യൂണിവേഴ്സിറ്റി എക്സാമിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്.